നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വനിതാ ജഡ്ജിയും കേരളത്തിലെ ഒന്നാം തലമുറ ഫെമിനിസ്റ്റുമായിരുന്ന അന്ന ചാണ്ടിയുടെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 1905 മെയ് 4 തിരുവിതാംകൂർ സംസ്ഥാനത്തിലാണ് അവരുടെ ജനനം. തിരുവിതാംകൂറിലെ ഒരു സുറിയാനി ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട അവർ അമ്മയുടെ കുടുംബത്തിലാണ് വളർന്നത്. തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ റീജൻ്റായിരുന്ന മഹാറാണി സേതു ലക്ഷ്മിഭായിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു. ഗവൺമെൻറ് ലോ കോളേജിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച ആ സാഹചര്യത്തിൽ എല്ലാവിധ എതിർപ്പുകളെയും മറികടന്ന് അന്ന ചാണ്ടി നിയമത്തിൽ ബിരുദ പഠനത്തിന് ചേർന്നു. 1926 ഡിസ്റ്റിങ്ഷനോടുകൂടി ബിരുദാനന്തര ബിരുദം നേടി. തിരുവിതാംകൂറിൽ ആദ്യമായി ബിരുദാനന്തര ബിരുദം നേടിയ വനിതയായിരുന്നു അന്ന ചാണ്ടി. 1929 ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുവാനായി ബാറിൽ സന്നദ്ധെടുത്തു. ഔദ്യോഗിക ജീവിതത്തെ നോക്കാം. തിരുവനന്തപുരത്തെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1929 അഭിഭാഷക വൃത്തി ആരംഭിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അവർ അഭിഭാഷക വൃത്തിയിൽ നൈപുണ്യം സമ്പാദിക്കുവാനും നന്നായി പ്രാക്ടീസ് ചെയ്യാനുമൊക്കെ സാധിച്ചു. പ്രത്യേകിച്ചും ക്രിമിനൽ കേസുകൾ അവർ കാര്യമായിട്ട് ചെയ്തിരുന്നു. അക്കാലത്തെ പേരെടുത്ത ക്രിമിനൽ വക്കീലായിരുന്നു അവർ. അഭിഭാഷക വൃത്തി സ്ത്രീകൾക്ക് പറ്റിയതല്ല എന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലത്താണ് ഈ രംഗത്ത് ഇവർ പ്രശസ്തമായ വിജയം കൈവരിച്ചത്. 1930 അന്ന രാഷ്ട്രീയത്തിൽ ചേരാൻ തീരുമാനിച്ചു. തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി സംഘടനയിലേക്ക് മത്സരിക്കാൻ അവർ തീരുമാനിച്ചു. കോടതി മുറികളേക്കാൾ കഠിനമായ പോരാട്ടമായിരുന്നു അവിടെ ഉണ്ടായത്. അവരെക്കുറിച്ച് അപകീർത്തിപരമായ കിംവദന്തികൾ പ്രചരിച്ച് അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുവാൻ എതിരാളികൾ പരിശ്രമിച്ചു. ഒരു സ്ത്രീക്കെതിരെ അപവാദ പ്രചരണം അവൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് അന്നത്തെ കാലത്ത് വ്യക്തമാക്കും. അതുകൊണ്ട് തന്നെ അത് തോറ്റു. എന്നാൽ രണ്ടാം തവണ 1932 അവർ വീണ്ടും ഇലക്ഷനെ അഭിമുഖീകരിച്ചു. അത്തവണ അവർ ജനപ്രീതി നേടുകയും നിയമസഭയിൽ അംഗമാവുകയും ചെയ്തു. 1932 തുടങ്ങി 34 വരെയുള്ള 2 വർഷത്തെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ നിയമസഭാ അംഗമായിരുന്നു. 1937 ഫസ്റ്റ് ക്ലാസ് ജഡ്ജായി ജില്ലാ കോടതിയിൽ അധികാരമേറ്റു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി എന്നതിന് പുറമെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വനിതാ ജഡ്ജിയും അന്നയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. 1943 അഡീഷണൽ ജില്ലാ ജഡ്ജിയായി അവർ സ്ഥാനമേറ്റു. 1948 ജില്ലാ ജഡ്ജിയായി. അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ് അന്നയെ ആ പോസ്റ്റിലേക്ക് നിയമിച്ചത്. 1956 തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി ലയിച്ച് കേരളം രൂപീകരിച്ചതിന് ശേഷം 1959 ഫെബ്രുവരി 9 ഹൈക്കോടതിയിലെ ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1967 ഏപ്രിൽ 5 8 വർഷക്കാലം ഹൈക്കോടതി ജഡ്ജിയായി ജോലി നോക്കിയ ശേഷം ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു. കീഴ്ക്കോടതികളിലും ഹൈക്കോടതിയിലും നീതിന്യായ നിർവഹണത്തിൽ അസൂയാർഹമായ സാമർഥ്യം അവർ പ്രകടിപ്പിച്ചിരുന്നു. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം അന്ന ചാണ്ടി 1967 ദേശീയ നിയമ കമ്മീഷനിൽ അംഗമായി ഭാരതത്തെ സേവിച്ചു. കുടുംബ സാഹചര്യം നോക്കാം. അവരുടെ ഭർത്താവ് കേരള പോലീസിൽ IG ആയിരുന്ന PC ചാണ്ടിയായിരുന്നു. ആ PC ചാണ്ടിയുടെ പ്രോത്സാഹനം അന്ന ചാണ്ടിക്ക് ഒട്ടേറെ കരുത്ത് നൽകിയിരുന്നു. അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഔദ്യോഗിക കൃത്യനിർവഹണത്തിനുമൊക്കെ ഭർത്താവ് വലിയ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രസിദ്ധീകരണങ്ങളെ നോക്കാം. ശ്രീമതി എന്ന ആനുകാലിക പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപക പത്രാധിപയാണ് അന്ന ചാണ്ടി. അന്ന ചാണ്ടിയുടെ ആത്മകഥ 1971 മലയാള മനോരമ ഹണ്ടശ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നീട് ഈ കൃതി തൃശ്ശൂർ കാർമൽ ബുക്സ് പുസ്തകമായി അച്ചടിക്കുകയുണ്ടായി. സ്ത്രീ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെ നോക്കാം. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള ആദ്യ വക്താവായി കണക്കാക്കാവുന്ന അന്ന ചാണ്ടി തിരുവിതാംകൂർ വിധാൻ പരിഷത്തിൽ അംഗമായിരുന്നിട്ടുണ്ട്. തിരുവിതാംകൂർ സർക്കാരിൻ്റെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നിയമോപദേശ സഭയായ ശ്രീമൂലം പ്രജാസഭയ്ക്കകത്തും പുറത്തും
അവർ 1934 തുടങ്ങി 36 വരെയുള്ള 2 വർഷം സ്ത്രീകളുടെ അവകാശത്തിനായി ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. ഇക്കാലത്ത് ശ്രീമതി എന്ന പേരിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി ഒരു പ്രസിദ്ധീകരണം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസിദ്ധീകരണം, ഒരുപക്ഷെ ആദ്യത്തെയായിരിക്കും, അവർ പുറത്തിറക്കിയിരുന്നു. മാതൃത്വ സങ്കല്പത്തിൻ്റെ പരിവർത്തന നാളുകളിൽ അന്നാചാണ്ടി അതേക്കുറിച്ച് 1929 പ്രകടിപ്പിച്ച അഭിപ്രായം പുതിയ തലമുറയിലെ സ്ത്രീവാദികളുടെ അഭിപ്രായത്തേക്കാൾ മൂർച്ചയും അർത്ഥവത്വവും ഉള്ളതാണ്. അവ ഇന്നത്തെ ഫെമിനിസ്റ്റുകളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. അന്ന് അവർ പറഞ്ഞ ഡയലോഗ് പ്രകാരമാണ്: സ്ത്രീകൾ ഉദ്യോഗത്തിന് പോയാൽ അവരുടെ കുഞ്ഞുങ്ങളെ ശരിയായി പരിചരിക്കാൻ സാധിക്കുകയില്ലെന്നാണ് പ്രധാന ആക്ഷേപം. പ്രഥമ ദൃഷ്ടിയിൽ ഇതല്പം വാസ്തവമുണ്ടെന്ന് തോന്നിയാലും സൂക്ഷ്മതയോടെ ആലോചിച്ചാൽ സ്ത്രീകളെ ഉദ്യോഗത്തിൽ നിന്ന് അകറ്റി നിർത്തത്തക്ക ന്യായമല്ല ഇതെന്ന് കാണാൻ പറ്റും. ശിശുപരിപാലനത്തിൽ അമ്മയുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത് പ്രസവശേഷമുള്ള കുറച്ചു കാലം മാത്രമാണ്. സ്കൂളിൽ അയച്ചു തുടങ്ങിയാൽ പിന്നെ അടുക്കളമൂർത്തികളായവരുടെ കുട്ടികൾക്ക് പോലും മാതൃപരിചരണം രാത്രി മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഉദ്യോഗസ്ഥർക്കും അനുദ്യോഗസ്ഥകൾക്കും ആവശ്യത്തിനുള്ള ശിശുപരിപാലനം സാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ സ്വല്പം കുറഞ്ഞു പോയാലും അത് രാജ്യനന്മയ്ക്ക് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതാണ്ട് നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഒരു ശിശുവിനെ കരകയറ്റണമെന്നുള്ള ഉത്തരവാദിത്വമേ മാതാപിതാക്കൾക്ക് ഉള്ളൂ എന്ന് നാം വിചാരിച്ചാൽ നമ്മുടെ കുട്ടികൾ സ്വാശ്രയ ശക്തിയുള്ളവരായിത്തീരും. പരീക്ഷയ്ക്ക് ഫലത്തിന് റിസൾട്ട് വരുമ്പോൾ ഹൃദയം സ്തംഭിച്ച് മരിച്ചു പോകാതിരിക്കുകയും നിരാശപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് അവരന്ന് പറഞ്ഞത്. 1930 പുരുഷ മേധാവിത്വമുള്ള രാഷ്ട്രീയ രംഗത്തേക്ക് അവർ പ്രവേശിച്ചപ്പോൾ സുറിയാനി ക്രിസ്ത്യാനി സ്ഥാനാർത്ഥി എന്നൊക്കെ ആക്ഷേപിച്ച് അവരെ ഒട്ടേറെ പേര് വിമർശിച്ചിരുന്നു. ക്രിസ്ത്യൻ നസ്രാണി ദീപിക ഒട്ടേറെ പിന്തുണച്ചു. എങ്കിലും മലയാള രാജ്യം എന്ന നായർ പത്രത്തിൻ്റെ രോക്ഷത്തിന് അവർ കാരണമായി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ വലിയ വിഭാഗങ്ങൾ അവരെ എതിർക്കുകയും ചെയ്തു. എന്നിരുന്നാലും നിരന്തരമായ വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും മുമ്പിൽ അവർ സ്വയം പിടിച്ചു നിൽക്കുകയും പരസ്യമായും സത്യസന്ധമായും തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ സമത്വത്തിനും സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശത്തിനും ഒക്കെ വേണ്ടി അന്നാചാണ്ടി സജീവമായി വാദിച്ചു. ആത്മനിയന്ത്രണത്തിലൂടെ ജനനനിയന്ത്രണം വേണമെന്നാണ് അവർ വാദിച്ചത്. വീടിന് പുറത്ത് ജോലി ചെയ്യാനും സമ്പാദിക്കാനുമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് അവർ ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരുന്നു. അവർ വ്യക്തമാക്കിയ വാദങ്ങൾ സമയത്തേക്കാൾ അന്നത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ പുരോഗമനപരമായിരുന്നു. 1935 തിരുവനന്തപുരത്ത് നടന്ന അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് യോഗത്തിൽ അന്നാചാണ്ടി രാജ്യത്തിലുടനീളം ജനന നിയന്ത്രണ ക്ലിനിക്കുകൾ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുനിസിപ്പാലിറ്റികളിലൂടെയും മറ്റ് സ്ഥാപനങ്ങൾ വഴിയും ഗർഭനിരോധന ഉപദേശം തേടുന്നവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചതിൽ കാര്യമായ സാമൂഹ്യ കോപം ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ശരീരത്തിന്മേലുള്ള നിയന്ത്രണവും പ്രത്യുൽപാദന സ്വയംഭരണവും സംബന്ധിച്ച ഫെമിനിസ്റ്റ് വാദങ്ങൾ അവർ ഉയർത്തിപ്പിടിച്ചു. സ്ത്രീകളുടെ ശരീരം പുരുഷൻ്റെ ആനന്ദത്തിനുള്ള ഉപകരണങ്ങൾ മാത്രമാണെന്ന ആശയത്തെ അവർ വെല്ലുവിളിച്ചു. തിരുവിതാംകൂർ നിയമത്തിലെ സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ വാദിച്ചു. ദാമ്പത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഭർത്താവിൻ്റെ അവകാശം പോലെയുള്ള തിരുവിതാംകൂർ സിവിൽ നടപടിക്രമങ്ങളിലെ സ്ത്രീവിരുദ്ധ വ്യവസ്ഥകൾക്കെതിരെയും അവർ പ്രചാരണം നടത്തി. തിരുവനന്തപുരത്ത് നടന്ന വിദ്യാഭിവർദ്ധിനി സഭയിൽ സ്ത്രീകളുടെ സർക്കാർ ജോലിക്കെതിരെ വാദിച്ച തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന നിയമസഭാംഗവും ബുദ്ധിജീവിയും എഴുത്തുകാരനുമൊക്കെയായിരുന്ന വേലുപ്പിള്ളയോട് പ്രതികരിച്ച പ്രസംഗത്തിലൂടെ അന്നാചാണ്ടി ഏറെ പ്രസിദ്ധയായി. വിവാഹിതരായ സ്ത്രീകളുടെ കർത്തവ്യങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാൻ അവിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമേ സർക്കാർ തൊഴിൽ നൽകാവൂ എന്ന് പിള്ള വാദിച്ചു. വിവാഹിതരായ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നത് അന്യായമായ ഏതാനും കുടുംബങ്ങളുടെ കൈകളിൽ സമ്പത്ത് കേന്ദ്രീകരിക്കുമെന്നും ഭർത്താക്കന്മാരുടെ ആത്മാഭിമാനത്തെ അത് ബാധിക്കുമെന്നും പിള്ള വാദിച്ചു. പിള്ളയുടെ ആശയങ്ങൾ നടപ്പിലാക്കിയാൽ സ്ത്രീകൾ ജോലിക്ക് വേണ്ടിയിട്ട് അവിവാഹിതരായി ജീവിതത്തിൽ തുടരുമെന്നും വിവാഹിതരായ സ്ത്രീകൾ ജോലി ചെയ്താൽ ഭർത്താക്കന്മാർക്ക് സമ്പാദിക്കാൻ കഴിയാത്തപ്പോൾ കുടുംബം ഭദ്രമായിരിക്കുമെന്നും
ഭാര്യയുടെ വരുമാനം നല്ല ഭർത്താക്കന്മാരിൽ ആത്മാഭിമാനം ഉണർത്തുമെന്നും ഒക്കെ അവർ തുറന്നടിച്ചു. ഈ വാദം ഉന്നയിച്ചപ്പോൾ പല സ്ത്രീകളുടെയും പിന്തുണ അന്ന ചാണ്ടിക്ക് അന്നത്തെ കാലത്ത് ലഭിച്ചില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവരിൽ പലരും പിള്ളയുടെ പക്ഷം ചേരുകയാണ്, സ്ത്രീകൾ പലരും പിള്ളയുടെ പക്ഷം ചേരുകയാണ് ചെയ്തത്. ആദ്യത്തെ ഫെമിനിസ്റ്റും ആദ്യത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവളുമായ ജഡ്ജ് അന്ന ചാണ്ടിക്ക് സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് എതിർപ്പുണ്ടായത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളിൽ ജസ്റ്റിസ് ചാണ്ടിയുടെ തുടർച്ചയായ താല്പര്യം അവർ അംഗത്വമായി പ്രവർത്തിച്ച ലോ കമ്മീഷൻ്റെ 42ാമത് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വിയോജനക്കുറിപ്പ് അവർ എഴുതി വച്ചിട്ടുണ്ട്. വ്യഭിചാര കുറ്റത്തിന് പുരുഷനെ മാത്രം ശിക്ഷിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 497 വകുപ്പിൻ്റെ കാര്യത്തിൽ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വ്യഭിചാരത്തിൽ ഏർപ്പെട്ടതിന് ഒരു സ്ത്രീയെയും, പുരുഷന് മാത്രമല്ല സ്ത്രീയെയും തുല്യമായി കുറ്റക്കാരിയായി കണക്കാക്കണമെന്നും ശിക്ഷിക്കണമെന്നും അവർ വാദിക്കുകയുണ്ടായി. അന്ന ചാണ്ടിയുടെ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് കേരളത്തിലെ സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളായി അവർ. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ത്യയിലെ മറ്റു സ്ത്രീ പ്രവർത്തകരിൽ അവർ വളരെ കുറച്ച് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ, ഓർമ്മിക്കപ്പെടുന്നുള്ളൂ. ചരിത്രം അവരോട് ദയ കാണിച്ചില്ല എന്ന് വേണം കണക്കാക്കാനായിട്ട്. ഏതായാലും 1973 തൻ്റെ ആത്മകഥ അവർ പ്രസിദ്ധീകരിച്ചു. 1996 ജൂലൈ 20 തൻ്റെ 91ാം വയസ്സിൽ അവർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അന്ന ചാണ്ടിയുടെ ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.